എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ പുഴയും കടന്ന സീരിയലിലെ അരവിന്ദൻ്റെയും മക്കളുടെയും കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ വിനീതിൻ്റെ അടുത്ത് ഗംഗയായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് പാർട്ടി വേണമെന്ന് നിവിൻ ഉൾപ്പെടെ വിനീതിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് പാർട്ടി കൊടുക്കാമെന്ന് പറയും. അങ്ങനെ വൈകുന്നേരം അവരെല്ലാവരും ചേർന്ന് അവരുടെ തയ്യക്കടയിൽ തന്നെ ചെറിയൊരു ലിക്കറൊക്കെ വെച്ചൊരു ചെറിയ പാർട്ടി ആഘോഷിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് വിനീത് കഴിക്കത്തില്ല. വിനീതിന് മദ്യം കൊടുക്കലെന്ന് പറയും. പക്ഷേ കൊടുക്കുന്ന ഗ്ലാസ് മാറിപ്പോവും. നിവിൻ കഴിക്കേണ്ട ഗ്ലാസ് എടുത്താണ് വിനീത് കഴിക്കുന്നത്. അങ്ങനെ വിനീത് കഴിച്ചങ്ങ് ഫിറ്റായി പോവുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഗീത വന്ന് സുജാതയോട് സംസാരിക്കുന്നത്. ഗീത സുജാതയോട് സംസാരിക്കുന്നുണ്ട്. അമ്മയെ ഇനിയിപ്പം അമ്മയെ നോക്കാൻ ആരും ഇല്ലല്ലോ, വിനീത് എന്തായാലും ഇങ്ങോട്ട് വരത്തില്ല, അമ്മ ഞാനും ദാസേട്ടൻ തന്നെ നോക്കണം, അതുകൊണ്ട് ദാസേട്ടന് അതിനൊരു ഉറപ്പ് കിട്ടണം, ഇവിടെ വന്ന് ജോലി എന്തെങ്കിലും ചെയ്യണമല്ലോ, അവിടെ നിൽക്കണ്ട, അപ്പം ഇനിയിപ്പോൾ അമ്മയുടെ സ്വത്തുക്കളൊക്കെ എനിക്കാണല്ലോ, അതുകൊണ്ടൊരു രേഖയാക്കി അമ്മ ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് സുജാതയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ സുജാതയ്ക്ക് അതിനൊന്നും ഒട്ടും മനസ്സില്ല. തലവേദന എന്ന് പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്താണ് ദാസ് മോളെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. പൊന്നിനെയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ പൊന്നു പറയുന്നുണ്ട്, അച്ഛാ ദേ വിനീത് മാമൻ അവിടെ നിൽക്കുന്നതെന്ന് പറയാൻ നോക്കുമ്പോൾ ദാസ് നോക്കുമ്പോൾ വിനീത് മദ്യപിച്ച് ഒരു ബോധമില്ലാതെ അങ്ങ് നിൽക്കുകയാണ്. ഇതേ കാര്യം വീട്ടിൽ വന്നതെന്ന് പറയുന്നുണ്ട്. അമ്മയെ ഞങ്ങൾ വരുന്ന വഴിക്ക് വിനീതിനെ കണ്ടായിരുന്നു, അവൻ നല്ലോണം മദ്യപിച്ചിട്ടുണ്ട്, കൂടെ അവൻ്റെ തയ്യക്കടയിലെ കുറേ തല്ലിപ്പൊളി ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ സുജാതയ്ക്ക് അങ്ങ് തല ഇറങ്ങുന്ന നമുക്ക് തോന്നും. അങ്ങനെ കുഴഞ്ഞ് വീഴാൻ പോകുമ്പോൾ പറയും ഞാൻ പിടിക്കാമെന്ന് പറയുമ്പം വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് സുജാത അകത്ത് കയറി പോവുകയാണ്. അങ്ങനെ ഗീത പുറകിലോട്ട് നോക്കാൻ പോകുമ്പോൾ ദാസ് പറയും അവർ തന്നെ പൊയ്ക്കോളും, നീ നിൻ്റെ കാര്യം നോക്കാൻ പറയും. ഇവർ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ സുജാത കേൾക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിനീതിനെ കുറേ നേരമായിട്ടും കാണത്തില്ല. ആ സമയത്ത് ശാരദ വന്നിട്ട് നമ്മുടെ ഗംഗയുടെ ചോദിക്കും, വിനീത് എവിടെ പോയി ഗംഗയെന്ന് ചോദിക്കും. എനിക്കറിയത്തില്ല അമ്മയെന്ന് പറയും. നിന്നെ ഞാൻ എവിടെയൊക്കെ നോക്കി, നീ ഇവിടെ വന്നിരിക്കുവാണോ? ഞാൻ സാധാരണ ഈ സമയത്ത് ഇവരുടെ കൂടെ അല്ലേ കാണുന്നത്, നീ പഴയ ഗംഗയല്ല, നിൻ്റെ വിവാഹം കഴിഞ്ഞ് ഇന്നലെ, ഇനി നീ കഴിയേണ്ടത് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ്, അനിയത്തിമാരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയും. എന്തോ അമ്മ ഇത് കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അനിയത്തിമാർ സംസാരിച്ചൂടെ എന്നല്ല, നീ വിനീത് രാവിലെ പോയപ്പോൾ എപ്പോൾ വരുമെന്ന് ചോദിച്ചോ? ഇല്ല. വിനീതിന് ഇഷ്ടമുള്ള ആഹാരം എന്തുവാന്ന് ചോദിച്ചോ? ഇല്ല. പിന്നെ നിനക്ക് എന്തറിയാം? അത് വിനീതയുടെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചൂടായോ ഗംഗയെന്ന് ചോദിക്കും. ഇപ്പം ഞാൻ എന്താ ചെയ്യണം, എനിക്ക് നല്ല സുഖമില്ല, കിടന്നൊന്ന് ഉറക്കം വരുന്നത്, ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വിനീത് വരുമ്പോൾ നീ അതൊന്ന് എടുത്ത് കൊടുക്കണമെന്ന് പറയും. അതൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയും. അതിനുശേഷം തയ്യക്കടയിലെ പാർട്ടി എല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും കൂടി പോവും. അതിനുശേഷം വിനീതും നിവിനും കൂടി വീട്ടിലോട്ട് വരികയാണ്. വിനീതിനെ കൊണ്ടുവന്ന് വീട്ടിലാക്കേണ്ട ജോലി നിവിനാണ്. അങ്ങനെ രണ്ടുപേരും കൂടി വണ്ടി ഓടിക്കുകയാണ്. രണ്ടുപേർക്കും വണ്ടി ഓടിക്കാനുള്ള ബാലൻസ് ഇല്ലാത്ത രീതിയിലാണ് മദ്യപിച്ചിരിക്കുന്നത്. അങ്ങനെ പതുക്കെ എന്തായാലും വണ്ടി എടുത്ത് നിവിൻ വണ്ടി ഓടിക്കും, വിനീതിനെ ബാക്കിൽ ഇരുത്തി കൊണ്ടുവരികയാണ്. ആ സമയത്താണ് നമ്മുടെ വിനീതിനെ കാണാനില്ലാത്തതുകൊണ്ട് കാവേരിയും ഗംഗയും കൂടി വിനീതിനെ അന്വേഷിച്ച് തയ്യക്കടയിലോട്ട് വരുന്നത്. അവർ വരുന്ന വഴിക്ക് തന്നെ വിനീതും നിവിനുമായിട്ട് വരുന്ന ബൈക്കുമായിട്ട് കൂട്ടിമുട്ടുകയാണ്. വിനീതിനാണെങ്കിൽ ഒരു ബോധവും ഇല്ല. വിനീത് നമ്മളെ വണ്ടി തട്ടിയ സ്ത്രീകളെ ആരായിട്ടാന്ന് തോന്നുന്നു. ഒരു ക്ഷമ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കാവേരിയായിട്ട് മുട്ടൻ അടിയാണ് അവിടെ നടക്കുന്നത്. കാവേരിക്ക് അങ്ങ് ചിരിയും വരുന്നു, ദേഷ്യം വരുന്നുണ്ട് വിനീതിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്. പക്ഷേ നിവിന് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, മുമ്പിൽ നിൽക്കുന്ന ആരാന്ന് പോലും വ്യക്തത വരുന്നില്ല. അങ്ങനെ വിനീതിൻ്റെ ഒരു അസാമാന്യമായ ഒരു മദ്യപിച്ചിട്ടൊക്കെ നിൽക്കുന്ന ഒരു പെർഫോമൻസൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കഥയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇന്ന് തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.